ഗുഡ് മോർണിംഗ്. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞായറാഴ്ചയാണ്. ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. എനിക്കും അത് ലഭിക്കണം. ഞാനും പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ പഠിച്ച വചനം ഓർക്കുന്നുണ്ടോ? യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യമായിരുന്നു. വചനം ഇതാണ്. നമ്മൾ ആദ്യത്തെ ദിവസം 1, 2, 3 വചനങ്ങൾ പഠിച്ചു. പിന്നീട് ഇന്നലെ 4-ാം വചനം പഠിച്ചു. അതിതാണ്: ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരാവുകയും ചെയ്യും. ഇന്ന് പഠിക്കുന്നത് 5-ാമത്തെ വചനമാണ്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം. The letter of St. James chapter 1 verse 5. ഇതാണ് വചനം. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ. ആരോടാ ചോദിക്കണ്ടേ? നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ. നമുക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് ജ്ഞാനം. ജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട്. ജ്ഞാനം ചോദിച്ചവനാണ് സോളമൻ രാജാവ്. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അത് അവന് ലഭിക്കും. ഇനി അതിനുശേഷം പറയുന്ന വളരെ സുന്ദരമായ വചനം. അതിനുശേഷം അതേ വചനം 5-ാമത്തെ പാർട്ട് ബി ഇതാണ് പറയുന്നത്: കുറ്റപ്പെടുത്താതെ. ആരെയും ഒരു പക്ഷഭേദവുമില്ല, ഒരു പക്ഷാഭേദവുമില്ല. ആരോടും ഒരു സൈഡ് നിൽക്കുന്നൊന്നുമില്ല. നീ നല്ലത് ചെയ്തു, നീ ചീത്ത ചെയ്തു, അതുകൊണ്ട് നിന്നെ ഞാൻ നോക്കുകയല്ല, നിന്നെ നോക്കും, ഇതൊന്നുമില്ല. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്ന, അതാണ് ആ വാക്ക് കേട്ടോ, ഉദാരമായി. പൈസ ഒന്നും കൊടുക്കണ്ട, ഒരു പൈസയും കൊടുക്കണ്ട, നിന്റെ കഴിവുകൊണ്ടൊന്നും അല്ല. പക്ഷേ കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അതവന് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. If any one of you is lacking in wisdom, ask God, who gives to all generously and ungrudgingly, it will be given to you. അതാണ് പറയുന്നത്. ജനറസ്ലി ആൻഡ് അൺഗ്രഡ്ജിംഗ്ലി. ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഒരു കാര്യത്തിന് മാറ്റി നിർത്തുക. ഇറ്റ് വിൽ ബി ഗിവൺ ടു യു. അതുകൊണ്ട് ഈശോയോട്, ദൈവത്തോട് ചേർന്ന് നിന്ന് നമുക്ക് ജ്ഞാനം ചോദിച്ചു. സോളമൻ രാജാവ് ചോദിച്ച ഒരേ ഒരു കാര്യം: ഈ ജനത്തെ ഭരിക്കുവാൻ, ഈ രാജ്യം ഭരിക്കുവാൻ, വിവേകത്തോടെ ഭരിക്കുവാൻ എനിക്ക് ജ്ഞാനം വേണം. ആ ജ്ഞാനം ഉണ്ടായിരുന്ന സോളമൻ രാജാവ് അങ്ങനെ ചോദിച്ചപ്പോൾ ദൈവം അതോടുകൂടി സർവ്വസമ്പത്തും എല്ലാ കാര്യങ്ങളും അവന് ചെയ്തു കൊടുത്തു, ഇല്ലേ? എളിമയോടുകൂടി ചോദിക്കേണ്ട ഒരേ കാര്യം: കർത്താവേ, നേരായ ദിശയിൽ ചരിക്കുവാൻ ഈ ജ്ഞാനം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് മാർഗഭ്രംശം സംഭവിക്കുകയില്ല. നമ്മുടെ വഴികളിൽ നാം തെറ്റുകയില്ല. നാം നേരായ പാതയിൽ നയിക്കപ്പെടാനായിട്ട് ഇടയാക്കും. അതുകൊണ്ട് വിവേകത്തോടെ ഓരോ കാര്യം ചെയ്യുമ്പോഴും ജ്ഞാനത്തോടെ ചെയ്യുവാൻ, കർത്താവേ എനിക്ക് ജ്ഞാനം തരണമേ, ദൈവമേ എനിക്ക് ജ്ഞാനം തരണമേ, അറിവ് തരണമേ, എൻ്റെ പാത നേരായ പാതയായി തീരുവാൻ, തെറ്റായി നടക്കാതിരിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരു ദിവസം, പ്രത്യേകിച്ചും ഇന്നത്തെ ദിവസം ഇങ്ങനെ ആരംഭിക്കുമ്പോൾ നമുക്കിങ്ങനെ ചിന്തിക്കാം: കർത്താവേ, എൻ്റെ ഓരോ ചുവടും നിന്നോട് ചേർന്ന് നടക്കുവാൻ, ചുവട് വയ്ക്കുവാൻ, ജ്ഞാനത്തോടെ ജീവിക്കുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഒക്കെ സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ?